ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. കടലാക്രമണം തടയാൻ പുലിമുട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മഴയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. വടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുതുവറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയോളം മോഷണം പോയി. 3 ഭണ്ഡാരങ്ങളുടെ പൂട്ടുപൊളിച്ച് പണം കവരാൻ ശ്രമം. ചന്ദ്രാപ്പനി മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള ശുദ്ധജല വിതരണമാണ് 32 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിൽ. പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ശക്തമായ കടലേറ്റത്തിൽ അഹമ്മദ് കുരിക്കൽ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് റോഡ് തകർച്ചയുടെ വക്കിലാണ്. പ്രദേശത്ത് ശുദ്ധജലക്ഷാമം രൂക്ഷമായി. പല പ്രദേശത്തും ശുദ്ധജലത്തിന് പകരം ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത്. ഫലവൃക്ഷാദികൾ ഉപ്പുവെള്ളം കയറി നശിക്കുന്ന അവസ്ഥയാണ്. പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് കനോലി കനാലും തെക്ക് ചേറ്റുവ പുഴയുമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടപ്പുറം പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും കടലും പുഴയും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസമാണുള്ളത്. കടലാക്രമണം തടയാൻ പുലിമുട്ടോടുകൂടെയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആ ഹോട്ടലിൽ നിൽക്കുന്ന ഭാഗം കടലെടുത്ത് പോയിരിക്കുകയാണ്. അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടായിരുന്നു ഹോട്ടലിനോട് ബന്ധിച്ച്. അത് താഴോട്ട് വീണ് 2 തെങ്ങ് വീണിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 10 മീറ്റർ ദൂരമുള്ള റോഡും കടലുമായിട്ട് വളരെ അധികം പ്രയാസത്തിലാണ് ഈ പരിസരവാസികൾ ജീവിക്കുന്നത്. ഉപ്പുവെള്ളമാണ് ഈ പരിസരത്തുള്ള ജനങ്ങൾക്ക് കിട്ടുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ഈ അഞ്ചങ്ങാടി വളവ് എന്ന് പറഞ്ഞ പ്രദേശം. ഈ ആവശ്യമുന്നയിച്ച് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തീരദേശ അവകാശ സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രദേശത്ത് പുലിമുട്ടോടുകൂടിയുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് അഞ്ചങ്ങാടി വളവിൽ തീരദേശ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രക്ഷാധികാരി PK ബഷീർ, പ്രസിഡന്റ് CBA ഫത്താഹ്, ജനറൽ സെക്രട്ടറി AK ഷുഹൈബ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C മുസ്താഖലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. പോലീസും സമരസമിതി നേതാക്കളും നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. കടപ്പുറം പഞ്ചായത്തിലെ കടലാക്രമണ ദുരന്തങ്ങൾ ചൂണ്ടിക്കാട്ടി കടപ്പുറം തീരദേശ അവകാശ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഭീമ ഹർജി സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, ചാവക്കാട്. കടപ്പുറം അഞ്ചങ്ങാടി വളവിൽ കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. മുൻപ് ടെലിഫോൺ ബൂത്തായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കെട്ടിടത്തോട് ചേർന്ന ഹോട്ടലും ഭാഗികമായി തകർന്നു. അമ്പലത്ത് വീട്ടിൽ പരീതിന്റെ ബോംബെ എന്ന പേരിലുള്ള ഹോട്ടലാണ് തകർന്നത്. കെട്ടിടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു. ഏകദേശം 20,000 രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. 2 തെങ്ങുകളും കടപുഴകി വീണു. കഴിഞ്ഞ വർഷം കടൽക്ഷോഭം മൂലം ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നിരുന്നു. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. മാള വടമ സ്വദേശി വലിയകത്ത് 52 വയസ്സുള്ള ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിലിനെ മാള CI CK സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. വഴക്കിനെ തുടർന്ന് ഹാദിൽ ശൈലജയെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ഉടൻ തന്നെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഹാദിൽ നേരത്തെ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവ സമയത്ത് ഹാദിലിന്റെ ഇളയ സഹോദരൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മുതുവറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്ര ജീവനക്കാരൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വഴിപാട് കൗണ്ടർ റൂമിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയോളം മോഷണം പോയി. ക്ഷേത്രത്തിന് ഉള്ളിലെ 3 ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തി. പേരാമംഗലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
ചന്ദ്രാപിന്നി മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള ജലസേചന വകുപ്പിന്റെ ശുദ്ധജല വിതരണമാണ് 32 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്നിടത്ത് പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുടിവെള്ള വിതരണം മുടങ്ങിയത്. തുടർന്നും വെള്ളം എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ബാങ്ക് പരിസരത്തെ തോടിന് കുറുകെ പോകുന്ന പൈപ്പിൽ ചോർച്ച കണ്ടെത്തിയത്. ഈ ഭാഗത്തെ പൊട്ടിയ പൈപ്പ് മാറ്റി ചോർച്ച അടച്ചതോടെയാണ് ചന്ദ്രാപിന്നി മേഖലയിലെ കുടിവെള്ള വിതരണത്തിന് പരിഹാരമായത്. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് അനിൽകുമാർ, ഷിനി സതീഷ് എന്നിവർ കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന പേരിൽ ചന്ദ്രാപിന്നിയിലുള്ള BEO ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നില്ല. BEOയെ കാണണമെങ്കിൽ എടത്തിരുത്തി പഞ്ചായത്തിൽ പോകേണ്ട ഗതികേടിൽ നാട്ടുകാർ. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചന്ദ്രാപിന്നി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസാണ് കഴിഞ്ഞ 1 വർഷമായി അടഞ്ഞുകിടക്കുന്നത് മൂലം പേരിനൊരു VEO ഓഫീസ് എന്ന നിലയിലായത്. ചന്ദ്രാപിന്നി, എടത്തിരുത്തി എന്നിങ്ങനെ 2 വില്ലേജുകളാണ് എടത്തിരുത്തി പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ ചന്ദ്രാപിന്നി വില്ലേജിലെ പൊതുജന സേവനങ്ങൾക്കായാണ് സ്കൂളിന് മുൻവശത്തായി വർഷങ്ങൾക്ക് മുൻപ് കെട്ടിടം പണി തീർത്തത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 5 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ കെട്ടിടം നവീകരിച്ചിരുന്നു. തുടർന്ന് ഏതാനും നാൾ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചു. വൈദ്യുതി ഇല്ലാത്തതിനാൽ പിന്നീട് വൈദ്യുതീകരണവും നടത്തി. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ VEO എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എടത്തിരുത്തി VEO ഓഫീസിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇടയ്ക്ക് വന്ന് ഓഫീസ് വൃത്തിയാക്കി പോകുന്നതല്ലാതെ സ്ഥിരമായി തുറക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കെട്ടിടം ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത്രയും തുക ചിലവാക്കിയത് എന്തിനെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഇത് വർക്ക് ചെയ്യുന്നൊരു കണ്ടീഷനില്ല. ഇപ്പോൾ കറണ്ട് ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ KSEBയുടെ ബില്ലടക്കം ഇവിടെ ഉണ്ട്. ഏത് ഈ ആഫീസിൻ്റെ മുന്നിൽ KSEBയുടെ ബില്ലാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതടക്കണ്ടെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കാശ് അടയ്ക്കുന്നുണ്ട്. ഇത് അടഞ്ഞു എടുക്കുന്നത് ഇപ്പോൾ ഒന്നിച്ചില്ല, പക്ഷേ 2 വർഷത്തോളമായി അടഞ്ഞു തന്നെ എടുക്കുന്നത്. ഇവിടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാൻ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം. പിന്നെ കറണ്ട് കിട്ടിയതിന് ശേഷം വേറൊന്നുമില്ല. ഓഫീസിൽ വെള്ളത്തിനുള്ള സൗകര്യമില്ല. ഡിജിറ്റൽ കാലഘട്ടമായതിനാൽ ഓഫീസ് ആവശ്യങ്ങൾക്ക് കമ്പ്യൂട്ടറും പ്രിന്ററുമില്ല. ഓഫീസ് തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ന്യായീകരണങ്ങൾ നിരവധി. അതേസമയം ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി താൽക്കാലികമായ ഓഫീസ് സർവേവർമാർക്ക് നൽകിയിരിക്കുകയാണെന്നും അതിനുശേഷം VEO ഓഫീസായി തുടരുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറയുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. നന്ദിക്കര മാപ്രാണം റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന ആശങ്ക. മുത്രത്തിക്കര കൊടുമളവിൽ റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നിരപ്പിൽ നിന്ന് 3 അടിയോളം ഉയരത്തിൽ റോഡ് ടാറിംഗ് നടത്തിയതോടെ വാഹനങ്ങൾ തെന്നിമറിയാൻ സാധ്യതയേറെയാണ്. വളവുള്ള ഭാഗത്ത് വാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോൾ വഴിയാത്രക്കാർക്ക് മാറി നിൽക്കാൻ ഇടമില്ലാത്ത അവസ്ഥയാണ്. എതിരെ വരുന്ന വലിയ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ താഴ്ചയിലേക്ക് തെന്നി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ സംഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്ന റോഡിന്റെ ഉയർച്ചയുള്ള ഭാഗത്ത് മണ്ണിട്ട് നികത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പൊതുമരാമത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കാട്ടൂരിൽ കാറ്റിൽ തെങ്ങ് കടപുഴകി റോഡിലേക്ക് വീണു. കാട്ടൂർ SNDP ക്ഷേത്രത്തിന് സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് റോഡിലേക്ക് കടപുഴകി വീണത്. ആളപായമില്ല. വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് വീണതിനെ തുടർന്ന് വൈദ്യുതി തൂൺ ഒടിയുകയും സമീപത്തെ കെട്ടിടത്തിലെ ട്രസ്സിന് കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ഫയർഫോഴ്സ് എത്തി തെങ്ങ് മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC സജീവ്, ഉദ്യോഗസ്ഥരായ TT പ്രദീപ്, KK രാധാകൃഷ്ണൻ, സുമേഷ്, വിനോ പോൾ, അഭിമന്യു, ജയൻ എന്നിവർ നേതൃത്വം നൽകി. ലഹരിയുടെ വിപത്തിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം കായികമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃത്താല മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായി. കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അച്ചു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഒരു മടിയും കൂടാതെ വിട്ടുതന്നു എന്നത്. വിവിധ ഭാഗങ്ങളിലായി 10 ഓപ്പൺ ജിംനേഷ്യങ്ങൾ ആരംഭിച്ചു. വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആളുകൾ നന്നായിട്ടത് ഉപയോഗിച്ചു. അതിലാണല്ലോ നമുക്ക് സന്തോഷം. ഉണ്ടാക്കിയിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ആളുകൾ നന്നായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് കോട്ടമൈതാനത്തെ ഓപ്പൺ ജിംനേഷ്യം
പുലർച്ചെ ഒരു 4 മണി മുതൽ രാത്രി 11 മണി വരെ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇതിനാണ് കുന്നംകുളം പോർക്കുളം അഗതിയൂരിൽ വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അഗതിയൂർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 60 വയസ്സുള്ള ജയനാണ് മരിച്ചത്. ബന്ധുക്കൾ നടത്തിയ തെരച്ചിലിലാണ് വീടിനോട് ചേർന്ന പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. കുന്നംകുളം SI ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. എരുമപ്പെട്ടി പുന്നക്കോട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗം BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ മങ്ങാട്, മനീഷ് വെള്ളിക്കാട്ടിരി, KG സന്ദീപ്, OM സതീഷ്, MC സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് കാൽനട യാത്രയ്ക്ക് പോലും അനുയോജ്യമല്ല. മഴ പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി. വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതായി തീർന്ന ചാലക്കുടി അലവി സെന്റർ കലിക്കൽ റോഡിൽ വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. നഗരസഭയുടെ കീഴിലുള്ള റോഡ് വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രളയത്തിന് മുൻപാണ് റോഡിലെ കുഴികൾ അടച്ചത്. ടാറിംഗ് തകർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മഴവെള്ളം ഒലിച്ചുപോകാൻ കാന ഇല്ലാത്തതാണ് റോഡ് തകരാൻ ഇടയായതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വളരെ ജനങ്ങൾക്ക് പോവാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വാടക വരില്ല ഈ വഴിക്ക്. ഇത്ര ദയനീയ ഒരു അവസ്ഥ ഉള്ള ഒരു ചാലക്കുടി നഗരസഭയിൽ ഇതുപോലൊരു വാർഡുണ്ടാവില്ല, ഇതുപോലൊരു വഴി ഉണ്ടാവില്ല. ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ കാനില്ല. ഇതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ തോടായിട്ട് പോണത്. അപ്പോൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കാന നല്ല താഴ്ചയിൽ കാന ഇടണം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ സൈഡിലുള്ള വെള്ളം മുഴുവൻ, കുന്നിലുള്ള വെള്ളം മുഴുവൻ റോഡിലേക്ക് വരണം. റോഡിൽ വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം വണ്ടി ഓടി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടാറിങ് ഒരു ഉപകാരമില്ല. അത് 2 പ്രാവശ്യം വണ്ടി ഓടി കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് കുഴിയും. ഇതാണ് അവസ്ഥ. ഫുൾ ടാറിങ് ചെയ്തിട്ടില്ല. ഒരു 20 വർഷങ്ങളായിട്ടുണ്ടാവും. ഇതിപ്പോ നമുക്ക് ഈ ടാറിങ് ചെയ്ത് ടാറിങ്കാർ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ, ടാറിങ് മെമ്പർമാർ പറയുന്നത് ടാറിങ്കാരെ വിളിച്ചിട്ട് കിട്ടണില്ലാന്ന്. ഞാനപ്പോൾ എൻ്റെ ഇത് ഒരിടത്ത് പങ്കുവച്ചു ഗ്രാമസഭയിൽ. ഞാൻ പറഞ്ഞു ടാറിങ്കാർ വേണ്ട, നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അതാണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന പണി. 2 പലക വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാലോ. അതിനിപ്പോൾ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കൊന്നും വേണ്ട. ഇല്ലെങ്കിൽ കട്ട വിരിക്കുക, ടാറിങ്കാരെ അവോയ്ഡ് ചെയ്യുക. ടാറിങ്കാർക്ക് പൈസയൊക്കെ കൂടി ഇപ്പം അവരെ വിളിച്ചാൽ കിട്ടണില്ല. ആ കാലമായി. അതുകൊണ്ടാണ് അവർ പറയുന്നത്. പല കാലത്തൊക്കെ വന്നിരുന്നു. നമുക്ക് 100 മീറ്റർ ചെയ്യാനുള്ളതാണ്. അത് ചെയ്യണ്ട, ഒരു 50 മീറ്റർ കഴിയുള്ളൂ. അത് ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ചെയ്ത് പോവാം. പിന്നെ അവിടെ തിരിഞ്ഞു നോക്കണ്ടല്ലോ നമുക്ക്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കടുത്ത വേനലിൽ പോലും തെളിനീരിന്റെ നിറസമൃദ്ധിയുണ്ടായിരുന്ന ആളൂർ കദളിച്ചിറ നവീകരണമില്ല. നാശത്തിന്റെ വക്കിൽ 4 ഏക്കറോളം വിസ്തൃതിയുള്ള ചിറ മാലിന്യവും ചണ്ടിയും പുല്ലും നിറഞ്ഞ് നശിക്കുകയാണ്. ആളൂർ പഞ്ചായത്തിന്റെ പകുതിയിലേറെ പ്രദേശത്തേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നത് ഈ ചിറയെ ആശ്രയിച്ചാണ്. ചിറയുടെ ഒരു ഭാഗത്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൌസും സ്ഥാപിച്ചിട്ടുണ്ട്. ഉറുമ്പൻകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന വെള്ളം കൊമ്പടിഞ്ഞാമക്കൽ, ആനത്തടം, എടത്താടൻ കവല, ഉറുമ്പൻകുന്ന്, ആളൂർ ജംഗ്ഷൻ തുടങ്ങിയ മേഖലയിലാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ചാലക്കുടി നഗരസഭയുടെ ചില പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് കുടിവെള്ളം എത്തുന്നുണ്ട്. ആനത്തടം പ്രദേശത്തേക്ക് ജലസേചനത്തിന് വെള്ളം എത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും ചിറയുടെ മറ്റൊരു വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. സമീപത്തുകൂടി കടന്നുപോകുന്ന ചാലക്കുടി ഇറിഗേഷൻ വലത് കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. വർഷങ്ങളോളം ചണ്ടിയും പുല്ലും നിറഞ്ഞ് നാശത്തിന്റെ വക്കിൽ കിടന്നിരുന്ന കദളി ചിറയിൽ ഏതാനും വർഷം മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ 15 ലക്ഷം രൂപ ചെലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ചിറ വീണ്ടും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ശോച്യാവസ്ഥയിലായിരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചിറയുടെ കരയിൽ സ്ഥാപിച്ച സിമന്റ് ബെഞ്ചുകൾ ഇടിഞ്ഞും കാടുമൂടിയും കിടക്കുകയാണ്. പൂർവികർ സമ്മാനിച്ച കദളി ചിറയിലെ ജലസമ്പത്ത് കാത്തുസൂക്ഷിക്കാനും ചിറയും പരിസരവും സൗന്ദര്യവൽക്കരിക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. ഭാരതപ്പുഴയ്ക്ക് സമീപം അവശനിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച വയോധികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. പള്ളം കൊറ്റമ്പത്തൂർ ഏഴിക്കര ഇല്ലം 68 വയസ്സുള്ള ഷൺമുഖനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അവശനിലയിൽ കണ്ടെത്തിയത്.
സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തെ തുടർന്ന് വാഴക്കോട് അകമല ക്ഷേത്രത്തിന് സമീപം CCTV ക്യാമറകൾ സ്ഥാപിച്ചു. SV റെസിഡൻസി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് 3 CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. കുന്നംകുളം ACP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ PR മിഥുൻലാൽ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B തങ്കപ്പൻ, വാർഡംഗം ഹാദിയ അമീർ, അഡ്വക്കേറ്റ് മഹീഷൻ, ബിജീഷ് അള്ളന്നൂർ, സെക്രട്ടറി പ്രഭിത പ്രകാശ്, PK രവി തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ വീട്ടുകാരുടെയും മൊബൈലിൽ CCTV ദൃശ്യങ്ങൾ കാണാവുന്ന വിധത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒല്ലൂർ പടവരാട് റോഡരികിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. 3 മരങ്ങളാണ് യാത്രക്കാർക്ക് അപകട ഭീഷണിയായി നിൽക്കുന്നത്. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മരം ബസ്സുമേലേക്ക് കാറുമല വീഴും. 2-3 ആൾക്കാർ അല്ലെങ്കിൽ 4 ആൾക്കാർ മരിക്കുമ്പോൾ ഈ സാധനം ഇപ്പോൾ ജില്ലാ കളക്ടർ പറയും നമ്മുടെ നാട്ടിൽ ഉണങ്ങി നിൽക്കണം മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു മാറ്റണം, അപകട സാധ്യതയിൽ നിർത്തുന്ന മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു നിർത്തണം പറയും. പക്ഷെ ഇത് മുൻകൂട്ടി കണ്ട് ഒരു ഉദ്യോഗസ്ഥരോ ഒരു ജനപ്രതിനിധികളോ ഇതൊരു പരാതി ഇപ്പോൾ കൊടുത്തിട്ട് ഇത് മുറിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ആരും ചെയ്യില്ല. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാവും. അന്ന് ഒരു പട്ടിയുടെ മേലൊരാൾ ലോറി കയറ്റിയിട്ട് ബസ് കയറ്റിയിട്ട് ചത്തു കഴിഞ്ഞാലോ അതിന് ചോദിക്കാൻ ഇവിടെ 100 ആളോ. മനുഷ്യന് അപകട സാധ്യതയിൽ നിൽക്കുന്ന മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ മരങ്ങൾ ഉണങ്ങി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ അന്വേഷിക്കാൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥരും ഇല്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിഗതിയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറ്റിച്ചിറ ചായപ്പൻകുടി റോഡിൽ വെള്ളക്കെട്ട് മൂലം കാൽനട യാത്രക്കാർ ദുരിതത്തിൽ. ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്ന നാട്ടുകാരുടെ ദീർഘകാല ആവശ്യവും ഇനിയും നടപ്പിലായിട്ടില്ല. മലയോര ഹൈവേയിലെ ചായപ്പൻകുടി വെറ്റിലപ്പാറ റോഡും സഞ്ചാരയോഗ്യമല്ലാതായതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിൽ 222 പോയിന്റ് നേടി കുട്ടിയം ശ്രീനാരായണ കോളേജ് ജേതാക്കളായി. 191 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ കോളേജ് 2ാം സ്ഥാനവും 164 പോയിന്റ് നേടി പാലക്കാട് പോളിടെക്നിക് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KN സീമ ഉദ്ഘാടനം ചെയ്തു. ഇന്റർപോളി യൂണിയൻ വൈസ് ചെയർമാൻ സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. 4 ദിവസങ്ങളിലായി കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന കലോത്സവത്തിൽ 2500ഓളം കലാപ്രതിഭകളാണ് മാറ്റുരച്ചത്. അളകപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലെ ഏഞ്ചൽ ഷാജുവിനെയും വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ S ആദിത്യനെയും കലാപ്രതിഭകളായും ആസിയ നൌഷാദിനെ കലാതിലകമായും തെരഞ്ഞെടുത്തു. അതേസമയം കലോത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 30ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. വെങ്കടങ്ങ് സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം പാലിയേറ്റീവ് ജില്ലാ സെക്രട്ടറി ജിൽസൺ ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ചെയർമാൻ EK ഹംസ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട വെങ്കടങ്ങ് വില്ലേജ് ഓഫീസർ E ശോഭയെ മെമന്റോ നൽകി രക്ഷാധികാരി ജോൺസൺ എലവത്തിങ്കൽ ആദരിച്ചു. സജീവ് കഴുങ്കിൽ, RM അഷ്റഫ്, TT വർഗീസ്, MC ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. മതിൽമൂല സ്വദേശി പുന്നച്ചാലിൽ വീട്ടിൽ ജിഷ്ണുവിനെയാണ് തൃശൂർ റേഞ്ച് DIG കാപ്പ ആക്ട് പ്രകാരം 1 വർഷത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 8ഓളം കേസുകളിൽ പ്രതിയാണ് ജിഷ്ണു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഒഡീസി നാടോടി നൃത്തമായ ഗോട്ടിപ്പൂവ അരങ്ങേറി. കലാമണ്ഡലവും സാംസ്കാരിക സംഘടനയായ സ്പീക്ക് മാക് കേരളയുടെയും നേതൃത്വത്തിലാണ് ഗോട്ടിപ്പൂവ അരങ്ങിലെത്തിച്ചത്. സ്ത്രീ സൗന്ദര്യത്തെ വെല്ലുന്ന സൗന്ദര്യത്തോടെ ആൺകുട്ടികൾ പെൺവേഷം മാത്രം കെട്ടി കളിക്കുന്ന നൃത്തരൂപമാണിത്. നൃത്ത അധ്യാപകൻ വിജയ് സാഹുൻ, കോർഡിനേറ്റർ ഉണ്ണി വാര്യർ കോട്ടയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. കലാകാരന്മാരെ കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ അച്യുതാനന്ദൻ മെമന്റോ നൽകി ആദരിച്ചു. ഏജ് 13 ഏറ്റവും കളി
പെരുവല്ലൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ടോണി തോമസ് കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സ്റ്റീഫൻ അറക്കൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച വിതരണവും നടന്നു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ ജോയ് പാലയൂർ, ജോഫി പുത്തൂർ, ജനറൽ കൺവീനർ അക്കര റോയ് തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. നെല്ലായി സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദരം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ TS ശാലു, ഇൻഡോ നേപ്പാൾ ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ നിവേദ കൃഷ്ണനെയും ചടങ്ങിൽ MLA അനുമോദിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനു പഠനോപകരണ വിതരണം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ, പഞ്ചായത്ത് അംഗം ശൈലജ, ട്രസ്റ്റ് സെക്രട്ടറി K സുധാകരൻ, KK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വള്ളിശ്ശേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ നാട്ടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ആയുർവേദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വള്ളിശ്ശേരി SNDP ശാഖ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്ര മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരിക്ക് AMAI നാട്ടിക ഏരിയ പ്രസിഡന്റ് ഡോക്ടർ ഓമന ഉണ്ണിരാജ് ആദ്യഘട്ട ആയുർവേദ മരുന്ന് നൽകി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ KR ഹേമമാലിനി, ഓമന ഉണ്ണിരാജ്, ശ്രീധരൻ പോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹോങ്കോങ്ങിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ S രോഹിത്തിന് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻകാല ഖോ ടീം അംഗങ്ങളുടെ ആദരം. മുൻ പ്രിൻസിപ്പൽ K സന്തോഷ് കുമാർ ആദരം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഖോ ടീം മുൻ ക്യാപ്റ്റൻ KK ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബിന്ദു T കല്യാൺ, കായിക അധ്യാപകൻ M ജയന്തൻ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി. പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഹരിദാസ്, പരിശീലകൻ BS ആസിഫ് അലി, MN സന്ദീപ്, M ജാവിയോ ജോസ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് KGM LP സ്കൂളിനോട് ചേർന്നുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. അന്തിക്കാട് ഹൈസ്കൂൾ, KGM LP സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിലേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദിവസവും കടന്നുപോകുന്ന റോഡിലെ വെള്ളക്കെട്ടാണ് ദുരിതമായിരിക്കുന്നത്. വെള്ളം ഒഴുകിപ്പോയിരുന്ന വഴി സ്വകാര്യ വ്യക്തി അടച്ചതോടെയാണ് വെള്ളക്കെട്ടിന് കാരണമുണ്ടായത്. വെള്ളക്കെട്ട് പ്രശ്നം കോടതി കയറിയതോടെ പഞ്ചായത്ത് അധികൃതർക്കും കാര്യമായി ഇടപെടാനായില്ല. രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറുടെയും മറ്റും നിർദ്ദേശത്തോടെ തടസ്സങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കി വെള്ളം ഒഴുക്കിവിടുകയാണ് പതിവ്. അന്തിക്കാട് കല്ലിടവഴി റോഡിലും വാമനമൂർത്തി ക്ഷേത്രം റോഡിലും സമാനമായ സ്ഥിതിയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഇരു റോഡിലും 10 ലക്ഷം രൂപയോളം ചെലവഴിച്ച് 100 മീറ്ററോളം റോഡ് ഉയർത്തിയെങ്കിലും ആ ഭാഗം ഒഴികെയുള്ള മറ്റു ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പേരകം തേക്കിൻകാട് ഭഗവതി ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് SP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് ബേബി കരിപ്പൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, ബാബു കളത്തിൽ, സുകുമാരൻ എരിഞ്ഞിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചേറ്റുവ മഹല്ല് ജുമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ ആദരം ഉദ്ഘാടനം ചെയ്തു. ചേറ്റുവ മഹൽ ജുമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP അബ്ദുൽ ലത്തീഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി മുഖ്യപ്രഭാഷണം നടത്തി. MA ഹാരിസ് ബാബു, ഇർഷാദ് K ചേറ്റുവ, PM മുഹമ്മദ് റാഫി, PJ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ നോവയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂൾ ലൈബ്രറികൾക്കും വായനശാലകൾക്കും പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ 6 സ്ഥാപനങ്ങൾക്കായി 500ഓളം പുസ്തകങ്ങൾ വിതരണം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നോവ ചെയർമാൻ സുരേഷ് കടപ്പശ്ശേരിക്കാരൻ അധ്യക്ഷത വഹിച്ചു. നോവ രക്ഷാധികാരികളായ പ്രൊഫസർ KJ ജോസഫ്, പ്രൊഫസർ സെബാസ്റ്റ്യൻ ജോസഫ്, ഡോക്ടർ VP ആന്റോ തുടങ്ങിയവർ പുസ്തക സമർപ്പണം നടത്തി. കൂനമുച്ചി ഇടവക ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചാരിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അഞ്ഞൂർ ആശ്രമത്തിലെ അഗതികൾക്കും ഭക്ഷണം വിതരണം ചെയ്തു. കുന്നംകുളം SI JS V ആന്റണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഡീക്കൻ ബ്രദർ ജെറിൽ മാളിയേക്കൽ, കൺവീനർ മാർട്ടിൻ PC, യൂണിറ്റ് പ്രസിഡന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ ഫ്രണ്ട്സ് മാണിക്യത്തുവടിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മുഹമ്മദ് ഷാജഹാൻ കണ്ണൻ നായർ മെമ്മോറിയൽ രണ്ടാമത് ഓൾ കേരള ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നു മണി ഉദ്ഘാടനം ചെയ്തു. ബാഡ്മിന്റൺ ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ സിൻഡോ തോമസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ മുഖ്യാതിഥിയായിരുന്നു. ഫ്രണ്ട്സ് മണിക്കത്തുപടി പ്രസിഡന്റ് PS സനോജ്, സെക്രട്ടറി ജിതേഷ് മനയിൽ, കായിക അധ്യാപകൻ AR സഞ്ജയ്, നഗരസഭാ കൌൺസിലർമാരായ KPA റഷീദ്, PK നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിൽ കോഴിക്കോട് നിന്നുള്ള ജിബിൻ, ദീപക് ടീം വിജയിച്ചു. മഞ്ജുലാൽ പരിസരത്തു നിന്ന് വാഹന ഘോഷയാത്രയോടെയാണ് മിന്നുമണിയെ ഉദ്ഘാടന വേദിയിലേക്ക് വരവേറ്റത്. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന നവീകരണ കലശം സമാപിച്ചു. തന്ത്രിമാരായ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിപ്പാട്, വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ നവീകരണ കലശ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന മേളം അരങ്ങേറി. ചെയർമാൻ PT സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ V ഭാസ്കരൻ, കൺവീനർ MT വേലായുധൻ, ജോയിന്റ് കൺവീനർ AS ധനഞ്ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ യോഗ ആയുഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗയും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. യോഗ ഇൻസ്ട്രക്ടർ TR രജിത ക്ലാസ് എടുത്തു. പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സൗമ്യ യോഗേഷ്, യോഗ പരിശീലനം കൺവീനർ B സുധീഷ്, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KC ഫ്രാൻസിസ്, റഷീദ് എരുമപ്പെട്ടി, സുരേഷ് ബാബു, ഹേമ ട്രീസ, വനിതാവേദി ചെയർപേഴ്സൺ KR രാധിക, ലൈബ്രറിയൻ ബിന്ദു മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് പ്രസിഡന്റ് CK ബാബുട്ടൻ അധ്യക്ഷത വഹിച്ചു. കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ മുഖ്യാതിഥിയായി. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മരണാനന്തരം മൃതദേഹം വിട്ടു നൽകുന്ന പാലിയേറ്റീവ് മെമ്പർമാർക്ക് മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സതീദേവി തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ കടലാക്രമണം രൂക്ഷം. കുഴിപ്പൻ തിരമാലയടിച്ച് കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. കടലാക്രമണം തടയാൻ പുലിമുട്ട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മാളയിൽ കുടുംബവഴക്കിനെ തുടർന്ന് അമ്മയെ മകൻ കുത്തിക്കൊലപ്പെടുത്തി. വടമ സ്വദേശിനി ശൈലജയാണ് കൊല്ലപ്പെട്ടത്. മകൻ ഹാദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുതുവറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം. മേശയിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപയോളം മോഷണം പോയി. 3 ഭണ്ഡാരങ്ങളുടെ പൂട്ടുപൊളിച്ച് പണം കോരാൻ ശ്രമം. ചന്ദ്രാപിനി മേഖലയിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് മുടങ്ങിയ ശുദ്ധജല വിതരണം പുനഃസ്ഥാപിച്ചു. ഇടത്തിരുത്തി പഞ്ചായത്തിലെ 8, 9, 10 വാർഡുകളിലേക്കുള്ള ശുദ്ധജല വിതരണമാണ് 32 ദിവസത്തിന് ശേഷം പുനഃസ്ഥാപിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.